ഇതിൽ റോളക്സ് വരുന്നവരി ഓക്കെ വിക്രമില് റോളക്സ് എവിടെ റോളക്സ് ലാസ്റ്റ് റോളക്സ് പക്ഷേ ഈ ഇതിന് പോസ്റ്ററിനകത്ത് എന്താ ഫോട്ടോ ഇല്ലാതെ വെട്ടിക്കളഞ്ഞൊന്നുമല്ല വെട്ടിക്കളഞ്ഞൊന്നുമല്ല. അവർക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അവർക്ക് കേരള ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. സോ ഓണം ഈസ് ഓൾസോ അവിടെ ഒരു ഹോളിഡേ ആണ്. മസാല ഇല്ലാതെ ഫുഡ് കഴിക്കുക, സ്റ്റീംഡ് ഫുഡ് കഴിക്കുക, കാലത്ത് എഴുന്നേക്കണം, അത് രാവിലെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേക്കണം. ബോഡിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു കോർസെറ്റ് മാതിരി ഇടും, ഹിപ്പിൻ്റെ ബോളിൽ നിന്ന് ഹിപ്പായിട്ട് വരും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പറ്റില്ല. വൈഫ് വേണം കുറേ റെഫറൻസിന് വേണ്ടിയേ. സോ ഫസ്റ്റ് ഡേ കുഷ്ബൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സിഗരറ്റ് എല്ലാവരും അഡിക്ഷൻ ആയിരിക്കില്ല, എനിക്ക് അങ്ങനെ ഇല്ല. അത് വലിയ പാടാണ്. അത് ടൈമിങ്ങിൽ ചെയ്യണം. നമ്മൾ ഷാഡോ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കറക്റ്റ് മാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് അതിൻ്റെ ഇത് കൊടുക്കണം. അത് ചെയ്ത് മാഫിയ ശശിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു രസകരമായൊരു കമൻറ്റ് കണ്ടതാണ്, നമ്മുടെ അണ്ണൻ ഈ സൈസ് ഒന്നും എടുക്കൂലാത്തതാണല്ലോ. പിന്നെ എങ്ങനെ അവിടെ എത്തി എന്നുള്ളത്. പിന്നെ ഏറ്റവും ഹാപ്പിനെസ് ആണ്, ചാലഞ്ചിങ് ആണ്. ഡു ദ ബെസ്റ്റ് ആൻഡ് ഗെറ്റ് അവാർഡ് മേടിച്ചു. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റിയാസ് ഖാനാണ്. ഹലോ സാർ. നമസ്കാരം. ഹായ്. ഇങ്ങനെ എപ്പോഴും സുന്ദരനായിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കാണുമ്പോൾ മുതൽ ഇപ്പം വരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഇത്രയും ഏജ് ആയി എന്ന് അറിയുന്നത്. നമ്മളൊക്കെ വളർന്നു, ഞങ്ങൾ പിള്ളേരാകുമ്പോഴൊക്കെ കണ്ടതാണ് ബാലേട്ടൻ. എന്നിട്ട് നമ്മളൊക്കെ വളർന്ന് ഇതുപോലെ ആയി. എന്താണ് ഇതിന്റെ പുറകിലുള്ള രഹസ്യം? സിനിമയിൽ ഇങ്ങനെ നിലനിച്ച് നിൽക്കാൻ, അതുകൊണ്ട് ഇങ്ങനെ കാത്ത് സൂക്ഷിച്ചൊക്കെ പോണ്. അല്ലെങ്കിൽ ഉള്ള ചാൻസും പോയാലോ. അല്ല, എന്തെങ്കിലും രഹസ്യം, പ്രത്യേകിച്ച് ഡയറ്റോ ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരികയാണെങ്കിൽ. മസാല ഇല്ലാതെ ഫുഡ് കഴിക്കുക, സ്റ്റീംഡ് ഫുഡ് കഴിക്കുക, കാലത്ത് എഴുന്നേക്കണം, അത് രാവിലെ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേക്കണം, ഫുഡ് കഴിക്കുക. ഓക്കെ, നല്ല ശീലങ്ങൾ വയ്ക്കുക. അത് വരുമ്പോൾ അങ്ങനെ പരിചയിച്ചു പോകുമ്പോൾ പിന്നെ അത് തന്നെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറിക്കോളും. ഓക്കെ. അപ്പോൾ ഓണം വരാൻ പോവാണ്. ഓണത്തിന്റെ എന്തെങ്കിലും വിശേഷങ്ങൾ അല്ലെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? പിന്നെ എല്ലാം ചെയ്യും. ഓണവിശേഷം ഞാൻ യൂഷ്വലി ഇവിടെ കേരളത്തിൽ താമസിക്കാത്ത ആളാണ്. ഞാൻ ജനിച്ച് വളർന്നത് ചെന്നൈയാണ്. സോ മിക്കവാറും ഓണം എപ്പോഴും ചെന്നൈയിലായിരിക്കും. ചെന്നൈ തന്നെ ഇപ്പോൾ ഒരു മിനി കേരളമായിട്ട് മാറിയിരിക്കുന്നു. ചെന്നൈ കുറേ മലയാളികൾ എന്നല്ല, ഇവൻ ചെന്നൈ ആൾക്കാരും തമിഴ് ആൾക്കാരും അവർക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അവർക്ക് കേരള ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. സോ ഓണം ഈസ് ഓൾസോ അവിടെ ഒരു ഹോളിഡേ ആണ് ഓണത്തിന്. സോ ഓണം ഈസ് ദാറ്റ് സ്പെഷ്യൽ. എനിക്ക് നമ്മളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ആഘോഷിക്കുന്നത് അവരൊക്കെയാണ്. അതർ സ്റ്റേറ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും, ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. സോ ദെയർ സെലിബ്രേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇത് കേസ് ഡയറിയാണ് നമ്മുടെ അടുത്ത പുതിയ വിശേഷം. പക്ഷേ ഈ ഇതിന് പോസ്റ്ററിനകത്ത് എന്താ ഫോട്ടോ ഇല്ലാതെ? ഫോട്ടോ വേണ്ടെന്ന് വെച്ചാണ് അവർ. ഫോട്ടോ തിയേറ്ററിലുണ്ട്. ഇവരെല്ലാവരും പടത്തിൽ ഫുൾ ലെന്ത് വരുന്നതാണ്. ഞാൻ ക്ലൈമാക്സിലേ വരത്തുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന ആളുണ്ടെന്ന് നേരത്തെ അറിയാം. ഈ ഇതിൽ റോളക്സ് വരുന്നവരി ഓക്കെ വിക്രമില് റോളക്സ് എവിടെ റോളക്സ് ലാസ്റ്റ് റോളക്സ് വരും. അതുവരെ ഉണ്ട്, ലാസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാവരും പടത്തിൽ ത്രൂ ഔട്ട് റണ്ണിങ് ക്യാരക്ടേഴ്സാണ്. സോ ദേ ആർ ദ പിക്ചർ. സോ ഞാൻ ആക്ച്വലി ഗസ്റ്റ് അപ്പിയറൻസ് ബട്ട് ഡൂയിങ് ദി മെയിൻ ക്യാരക്ടർ. സോ അതുകൊണ്ടാണ് ഇതിൽ വരാതിരുന്നത്, പോസ്റ്ററിൽ വരാതിരുന്നത്. ഇപ്പം 1994 സുഖം സുഖകരത്തിനകത്താണ് സ്റ്റാർട്ടിങ്. 92 ആണ്. ഓക്കെ. അവിടുന്ന് ഇപ്പോൾ 2025 വരെ എത്തി. അപ്പോൾ ഈ ജേർണി ഒരു ചുരുക്കി ഒന്ന് പറയാൻ പറഞ്ഞാൽ ഒരു 2 to 3 സെൻറ്റൻസിൽ പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? It's very fast and I enjoyed the entire 35 years of my career. അതാണ് ചുരുക്കി പറഞ്ഞത്. ഓക്കെ. ഇതിനകത്ത് എപ്പോഴെങ്കിലും ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ സിനിമ അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോട്ട് വന്നിട്ടില്ല? നെവർ. ഞാൻ ഈ ഇൻ്റർവ്യൂ അല്ല, കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് മൈ എവറി ഇൻ്റർവ്യൂ almost I decided to be an actor, professional actor when I was 13 years old. So ആര് പറഞ്ഞാലും what's your profession? I'm an actor. ഇപ്പോൾ ഇറ്റ്സ് ഫൈൻ. ഒരു 20 years ബാക്ക് ഒക്കെ ആക്ടറാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്താ ജോലി എന്ന് ചോദിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ there was a stage like that. എന്താ ജോലി എന്ന് ചോദിക്കും. പാർട്ട് ടൈം ആണ് ആക്ടർ? ഇല്ലല്ല, നമ്മൾ ആക്ടർ ഫുൾ ടൈം. ദാറ്റ്സ് എ ജോബ്. അതൊരു ജോബായിട്ട് ഇപ്പോൾ ഫൈൻ. ഇപ്പോൾ ഇറ്റ്സ് വെരി ഫൈൻ. ഒരു ബാക്ക് 20 years പോയാൽ ആക്ടർ ഒരു ജോബാണോന്ന് ദേ ഓൾവേസ് ഹാഡ് അങ്ങനൊരു വാറുണ്ടായിരുന്നു, ഇത് ജോബല്ലെന്ന്. ബിക്കോസ് എപ്പോഴും പണം കിട്ടില്ല, ഇൻസെക്യൂർ. അത് പ്രൊഫഷണലായിട്ട് നമ്മൾ തരുന്നിടത്ത് എപ്പോഴും പണം കിട്ടാൻ എപ്പോഴും നിൽക്കുക നമുക്ക്. ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ ഈ മലയാള സിനിമയിൽ ഇങ്ങനെ വില്ലന്മാരെന്നൊക്കെ പറഞ്ഞ ഗുണ്ടകൾ അല്ലെങ്കിൽ വില്ലന്മാരൊക്കെ വേറൊരു രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര ചുള്ളറായിട്ടുള്ളൊരു വില്ലൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ പോലെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഇല്ല. അപ്പോൾ അന്ന് ആരെങ്കിലും ഇപ്പം ഈ ഫാൻസൊക്കെ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അവരെങ്ങനെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ട്രൈ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന്.
ഫോണുണ്ട്, ലാൻഡ് ഫോണൊക്കെ ഉണ്ട്, സെൽഫോൺ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിലർ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കും, പക്ഷെ കുറേ പേര് നേരിട്ട് കാണാൻ വരും. ദേ മേക്ക് ഷുവർ ദാറ്റ് അവർ ബസ്സും എവിടെ നിന്നാണോ അടുത്തല്ലായിരിക്കും എവിടെ നിന്ന്. സോ ദേ ടേക്ക് എ ജേർണി, ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ വന്ന് കണ്ടുപോകുന്ന ഫാൻസ് ഉണ്ട്, കണ്ടുപോകുന്ന ഫാൻസ് ഉണ്ട്. ഇപ്പോൾ സ്ട്രേറ്റ് വേ ഓൺ ഇൻസ്റ്റാഗ്രാമാണ് ഫാൻസ്. ദാറ്റ് ടൈം അങ്ങനെയായിരുന്നു. സോ അപ്പോൾ കുറച്ചും കൂടി ക്ലോസ് ആയിരുന്നു അവർ. കാരണം വെച്ചാൽ വന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകില്ല, അത്രയും ദൂരം നിന്ന് പറഞ്ഞ കാരണം കൊണ്ട് വന്നൊരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടേ പോവുള്ളൂ. എല്ലാവരും വരും. മേ ബി ജേർണി ചെയ്ത് വരുന്നത് കുറേ ആമ്പിള്ളേരായിരിക്കും. പിന്നെ പുറത്ത് കാണുന്നത് ഐ ഹാഡ് കുറേ എനിക്ക് ലേഡീസ് ഫാൻസ് ഉണ്ടായിരുന്നു, ഗേൾസ് ഫാൻസ് ഇഷ്ടംമാരെ ഉണ്ടായിരുന്നു. ബിക്കോസ് ബാലേട്ടനിൽ അങ്ങനത്തെ ഒരു വില്ലൻ്റെ ആവശ്യമില്ല. എപ്പോഴും കാണുന്നൊരു വില്ലൻ കാണുമല്ലോ, ഞാൻ അങ്ങനെ പറയണല്ല. അവർക്ക് എന്നെ പോലെ ലുക്കുള്ള ഒരു വില്ലനായിരുന്നു ആവശ്യം. അതിൽ ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ ടു ഇറ്റ്. ഓക്കെ. ഇപ്പോൾ കേസ് ഡയറിയിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി, അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിൻ്റെ സെലക്ഷനൊക്കെ ഉണ്ട്. കേസ് ഡയറി ചെയ്യണത് സ്ക്രിപ്റ്റ് സെലക്ഷനായിട്ടൊന്നുമല്ല. 2-3 കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ടു ബെൻസി പ്രൊഡക്ഷൻസ്, ടു മൈ സിനിമാറ്റോഗ്രാഫർ സുഗേട്ടൻ, ആൻഡ് ടു മൈ റൈറ്റർ AK സന്തോഷ്. ഇവരൊക്കെ എൻ്റെ ലൈഫിൽ കുറേ ഞാൻ ഇവരുടെ കൂടെ ജേർണി ചെയ്ത ആൾക്കാരാണ്. സോ അതുകൊണ്ട് വെൻ ദേ കോൾഡ് ഐ സെഡ് യെസ്. അല്ല ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല. സുഗേട്ടനാണ് എന്നെ 35 years ബാക്ക് ആദ്യമായിട്ട് ക്യാമറയിൽ എന്നെ ഫോട്ടോ എടുക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി. സോ ഐ വാണ്ടഡ് ടു ബി. അത് കഴിഞ്ഞ് കുറേ പടം ചെയ്തോട്ടെ. ഓൾമോസ്റ്റ് എല്ലാ ദിലീപിൻ്റെ പടവും പുള്ളിയാണ്. ആൻഡ് ദിലീപിൻ്റെ പടം മാത്രമല്ല, കുറേ പടം വി ഹാഡ് 20-25 ഫിലിംസ് അത് കഴിഞ്ഞിട്ട്. സോ പുള്ളി ഉള്ളപ്പോൾ എനിക്ക് അവിടെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ റീസൺ. ഓക്കെ. അതുപോലെ ഇപ്പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയാതിരിക്കാനേ പറ്റില്ല. ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്കാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊരു റിയാക്ഷൻ വരുമ്പോഴാണല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് പോകുന്നത്. ഒറ്റയ്ക്ക് അതിൽ കമ്പാനിയനായിട്ട് വരുന്നത് ഒരു ഡോഗും ഒരു എലിഫൻറ്റുമാണ്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് മണിച്ചേട്ടനാണ് ദി ഗാർഡ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഫസ്റ്റ് മൂവിയാന്ന് തോന്നുന്നു, സോളോ. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഈ സിനിമയാണ് കാണുന്നത്, നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാറിൻ്റെ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ സിനിമ ഭയങ്കര പ്രത്യേകതയാണ്. ആ സിനിമയിൽ സോളോ ആയിട്ട് ഫൈറ്റ് ഉണ്ട് വിത്ത് ഷാഡോ മാൻ. അതൊന്നും പുറത്തേക്ക് വലുതായിട്ട് വന്നില്ല. ബട്ട് ഷാഡോ ആയിട്ട് ഫൈറ്റ് ഉണ്ട്, സോളോ ആയിട്ട് സോങ് ഉണ്ട്, 2 സോങ് ഉണ്ട്. സോ അത് അങ്ങനെ വരുന്ന ഫസ്റ്റ് ഫിലിം അതാണ്. വിത്ത് എ സോങ്, വിത്ത് എ ഫൈറ്റ്, ദെൻ ഒറ്റയ്ക്ക് അഭിനയിക്കുന്നൊരു പടം ആയിട്ട് വരുന്നത് അതാണ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഫസ്റ്റ് പടം അതായിരുന്നു. സിംഗിൾ മാൻ അഭിനയിച്ച പടം അതായിരുന്നു. ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്തത്. ഐ റിയലി ലവ്ഡ് ഇറ്റ് വർക്കിംഗ് എൻറ്റയർ ഇത്. മെജോ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഡയറക്ടർ. സോ ഞങ്ങൾ രണ്ടുപേരും വി ബോത്ത് തറോലി എൻജോയ്ഡ് ഡൂയിങ് ഇറ്റ്. പിന്നെ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ചാലഞ്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. സോ ഐ നെവർ ഫർഗെറ്റ് ദാറ്റ് എൻറ്റയർ. ഓക്കെ. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഫൈറ്റ് നമ്മളിപ്പോഴും അപ്പുറത്ത് ഇവിടെ നിന്ന് ഇടി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇടി ഇങ്ങോട്ട് വരുന്നു. ഇത് ഈ ഷാഡോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വലിയ പാടാണ്. അത് ടൈമിങ്ങിൽ ചെയ്യണം നമ്മൾ. ഷാഡോ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കറക്റ്റ് മാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് അതിൻ്റെ ഇത് കൊടുക്കണം. അത് ചെയ്ത് മാഫിയ ശശിയാണ്. പുള്ളി എക്സ്ട്രോണറി ജോബാണ് ചെയ്തത്. അത് CG ഒന്നുമില്ല, ഷാഡോ തന്നെയാണ്. ക്രിയേറ്റിംഗ് എ ഷാഡോ, ദെൻ ക്രിയേറ്റിംഗ് ഇത്. പിന്നെ ആ പടത്തിൽ തന്നെ കുറേ ഷാഡോ ആയിട്ട് അഭിനയിച്ച തന്നെ ഞാൻ തന്നെയാണ്. ശരി. അത് പക്ഷേ ഷാഡോക്കും പെർഫോമൻസ് ഉണ്ട്. സോ ഞാൻ ആ ഷാഡോ ഗെറ്റബിലിറ്റി ഞാൻ തന്നെ ചെയ്യും, മറ്റേ ക്യാരക്ടറിനെ ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഈ ക്യാരക്ടറായിട്ട് ചെയ്യും. സോ കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് തോന്നിയായിരുന്നു ഒരു കോയാക്ടറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു? ഇല്ല, അങ്ങനെ ഇല്ലല്ലോ സിനിമയിൽ അങ്ങനെ. അതിനാണൊരു ഡോഗ് ഉണ്ടായിരുന്നത്, അതിനാണ് എലിഫന്റ് ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ ഇല്ല. പിന്നെ അതിൻ്റെ ആ സ്വാരസ്യം പോയി. ഇതാണ് എൻ്റെ ത്രിൽ. സോ ദിസ് വാസ് ദർ ഓൾവേസ്. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടനായിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാന്തുവെട്ടിന് ശേഷമായിരുന്നല്ലോ സ്പീഡ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫെമിനൈൻ ക്യാരക്ടേഴ്സ് പോകാൻ കുറേ സമയം എടുത്തിരുന്നു കേട്ടിരുന്നു. കുറേ സമയമായി. സോ അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതലേ കുറേ കഷ്ടപ്പെട്ടു ദിലീപേട്ടൻ.
സ്റ്റാർട്ടിങ് മുതലേ അത് എവറി ഡേ റണ്ണിങ് എന്ന് വെച്ചാൽ സാധാരണ റണ്ണിങ് ഒന്നുമല്ല, അത്ലീറ്റിൻ്റെ റണ്ണിങ് ആവണം. സോ അത് കൊണ്ടുവരാൻ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, ഫുൾ ഓഫ് ബോഡി പെയിൻ. ആ സിനിമ തീരുന്നവരെയും പുള്ളിക്ക് ബോഡി പെയിൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതേപോലെ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു വേഷം ചേട്ടനും ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരാൻ ഇതുപോലെ കുറേ സമയം എടുത്തു? പുറത്തു വരാൻ കുറേ സമയമില്ല, ഇത് ചിലപ്പോൾ വിട്ടു പോകില്ല. അത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഐ എം ടോക്കിംഗ് ടു യു, ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഒന്നും ആലോചിക്കാതെ സംസാരിക്കില്ലേ, ചിലപ്പോൾ അങ്ങനത്തെ ഓരോ ഭാവങ്ങൾ നമ്മൾ അറിയാതെ വന്നു പോകും. അത് ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോൾ അങ്ങനെ ഉള്ളാറം കൊണ്ടാണ് അത് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയതെന്ന് തോന്നുന്നത്. മേ ബി ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അത് അപ്പൊ അതിന്റെ താഴെ ഞാൻ ഭയങ്കര രസമായിട്ടുള്ള അന്ന് ട്രോളന്മാരാണല്ലോ ഇത് കുറച്ചുകൂടി വൈറലാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു രസകരമായൊരു കമന്റ് കണ്ടതാണ്, നമ്മുടെ അണ്ണൻ ഈ സൈസ് ഒന്നും എടുക്കൂലാത്തതാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് അതിന് ഉത്തരവൊന്നുമില്ല. ബേസിക് തിങ് ഐ വോണ്ട് ടു ഡു ഇറ്റ്. അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നോക്കിയത് ഖുഷ്ബു സുന്ദർസിയാണ്. പിന്നെ ഇത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞത് ഏറ്റവും ടോപ്പിലുള്ള ആളാണ് കലാനിധി മാനൻ സാർ, സൺ ടി വിയിലെ കലാനിധി മാനൻ സാർ പറഞ്ഞത് റിയാസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് ഗിവൻ ടു മീ. സോ പിന്നെ ഏറ്റവും ഹാപ്പിനെസ് ആണ്, ചാലഞ്ചിങ് ആണ്. ഡു ദ ബെസ്റ്റ് ആൻഡ് ഗെറ്റ് അവാർഡ് മേടിച്ചു. അതെ അതെ. അല്ല, ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്? എല്ലാം ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് യു ഹാവ് ടു ടോട്ടൽ മേക്ക് ഓവർ ഇല്ലേ. ആണ് പെണ്ണാണ്, പക്ഷെ അകത്ത് ആണാണ്. ക്യാരക്ടർ അതാണ്. പെണ്ണാണ് പക്ഷെ അകത്ത് ആണാണ്. ക്യാരക്ടർ അതാണ്. എനിക്ക് ശപിക്കപ്പെട്ട് ഞാൻ പെണ്ണാണത്. ഓക്കെ, ഖുഷ്ബുയുടെ ഹസ്ബൻഡാണ് ഞാൻ. ഓക്കെ, സോ ഒറിജിനൽ ആണ് പെണ്ണാണ്, ക്യാരക്ടറിലും അകത്ത് ആണാണ് പെണ്ണാണ്. സോ എവറി ഡേ ത്രില്ലിംഗ് ആണ്. വെച്ചാൽ കാലത്ത് ഞാൻ ഒരു 5 മണിക്കെങ്കിലും ലൊക്കേഷനിൽ എത്തിയാലേ ഉള്ളൂ ഞാൻ എല്ലാം കൂടി റെഡിയായി 10 മണിക്ക് ഷോട്ടിന് വരാൻ പറ്റുള്ളൂ. ഇത് ചെയ്തവർക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട്. ഇത് ദിലീപിനൊക്കെ അറിയാം. നമ്മൾ പെൺവേഷം കെട്ടുമ്പോൾ സാരി കൊടുക്കുമ്പോൾ നമ്മൾ ബോഡിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു കോർസെറ്റ് മാതിരി ഇടും. ഹിപ്പിൻ്റെ ബോളിൽ നിന്ന് ഹിപ്പായിട്ട് വരും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പറ്റില്ല. ഊരിയാ പിന്നെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഷോർട്ടിന് വേണ്ടി 3 മണിക്കൂർ ഇട്ടണം. സോ അത് ഞങ്ങൾ കാലത്ത് ഇട്ടാൽ പിന്നെ വൈകുന്നേരം വരെയും അത് നിൽക്കും. യു കനോട്ട് ഗോ ടു വാഷ്റൂം. പിന്നെ ഞാൻ ചെയ്തത് ട്രാൻസ്ജെൻഡറിൻ്റെ ഡിവൈൻ ട്രാൻസ്ജെൻഡറാണ്. ഒരു തമിഴ്നാട്ടിലെ ഒരു കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡറാണ്. സോ അത് ചെയ്യണ കാരണം കൊണ്ട് നോ ഈറ്റിംഗ്, ഭക്ഷണം ഇല്ല, ഓൺലി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ്. ആ സ്വാമിയുടെ വേഷം ചെയ്യണ കാരണം കൊണ്ട് അങ്ങനെ ഉണ്ട് അവർക്കുണ്ട്. നമ്മളും ചെയ്തു പോകും. ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അത് ആ വേഷം കെട്ടി നമ്മൾ ചിക്കനും എടുത്ത് കഴിക്കണം. നമുക്ക് യു കനോട്ട് ഡു ദാറ്റ്. സോ ഓൺലി ഫ്രൂട്ട് ജ്യൂസ് പിന്നെ വെജിറ്റബിൾ വെച്ചാൽ ഇതെല്ലാം വെച്ചിരിക്കല്ലേ. സോ ഇത്ര തുറന്ന് വെജിറ്റബിൾ എൻറ്റയർ അതിൻ്റെ പ്രോസസ് ഓഫ് ഷൂട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല, ഇത് നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യാനാണ്. ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ കൊണ്ട് ചെയ്യണല്ലേ. സോ ഭയങ്കര ഇഷ്ടം കൊണ്ട് ചെയ്യണം. സോ അതൊക്കെ നമുക്ക് ഇറ്റ്സ് മോർ എൻകറേജിങ് ആൻഡ് മോർ ത്രില്ലിംഗ് ടു അസ് നമ്മൾ ചെയ്യണത്. റെഫറൻസ് എടുത്തായിരുന്നു ഇങ്ങനെ ഒരു വേഷം വന്നപ്പോഴത്തേക്കും? റെഫറൻസ് കുറേ നമ്മൾ യു ക്യാൻ സീ ഇൻ ദ നെറ്റ് ആൻഡ് സ്റ്റഫ്. മേക്കപ്പിലാണ് റെഫറൻസ് എടുക്കുന്നത് കുറേ. യുനോ യുവർ ചീക്ക് ബോൺ ഹാസ് ബി ലിഫ്റ്റഡ്, ഇത് ലിഫ്റ്റ് ആണ്. അങ്ങനെ കുറേ ഐ മാറിയാൽ തന്നെ നമ്മൾ കുറേ പെണ്ണായി. ഐ കണ്ണ് മാറ്റുന്നത്. സോ പിന്നെ നമ്മുടെ ബാക്കിൽ ലേഡീൻ്റെ ഫിഗർ വേണം. സോ അതൊക്കെ ചാലഞ്ചിങ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് മോർ റെഫറൻസ്. ദെൻ ദ പെർഫോം ഒച്ച മാറ്റണം. ട്രാൻസ്ജെൻഡറിന് കുറച്ച് ഒരു കരകരാന്നൊരു ശബ്ദമുണ്ട്. ആ ടോണിലേക്ക് വരണം ഡബ് ചെയ്യുമ്പോൾ. അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമ്മൾ നോർമലി ബുദ്ധിമുട്ടാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാതെ ഒന്നുമില്ല. ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നുമില്ല. കഷ്ടപ്പെട്ടേ തീരണം നമ്മൾ. അത് കഷ്ടപ്പാട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കഷ്ടപ്പാടുള്ളതാണത്. അതായത് നമ്മളത് ഒരിക്കലും എൻ്റെ ക്യാരക്ടർ അതാണ്. ഞാൻ ഒരിക്കലും ഇത് ഞാനിങ്ങനെ അങ്ങനെ പറയില്ല. ഞാൻ ഐ നെവർ സേ. ഇപ്പം ആ വാക്ക് തന്നെ ഞാൻ പറയില്ല. ഡിഫിക്കൽട്ട് എന്നുള്ള വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല. ഓക്കെ. ഇപ്പം ഈ വേഷമൊക്കെ ഇട്ടിട്ട് ആദ്യം ചേച്ചീനെ വൈഫിനെ വിളിച്ചായിരുന്നോ? വീഡിയോ കോൾ ചെയ്തായിരുന്നു? വീഡിയോ കോളില്ല, കൂടെ ഉണ്ടായിരുന്നു. 5-6 ദിവസം ഉണ്ടായിരുന്നു കൂടെ. എന്തായിരുന്നു റിയാക്ഷൻ? വൈഫ് വേണം കുറേ റെഫറൻസിന് വേണ്ടിയേ. സോ ഫസ്റ്റ് ഡേ ഖുഷ്ബുക്ക് ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 days
ഉമ്മ വാസ് ദയർ പിന്നെ ഹാപ്പി. ആണോ? പിന്നെ അത് കയറി കത്തിയപ്പോൾ എൻ്റെ മദറിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. മദറിലൊക്കെ അത് ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സീൻസ് വരാനായിട്ട്. ഓക്കെ, ലൂമ ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരുന്നു അങ്ങനെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും? ആള് ഹാപ്പി ആയിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദ കിഡ്സ് ലവ്ഡ് ഇറ്റ്, എൻ്റയർ സെറ്റ് ലവ്ഡ് ഇറ്റ്. ആ യൂണിറ്റ് മുഴുവനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ചേച്ചി കുക്കിംഗ് റിയാലിറ്റി ഷോയിലൊക്കെ വിന്നർ ആയിരുന്നല്ലോ. ഫേവറേറ്റ് ഫുഡ് എന്താ? മസാലയൊക്കെ ഒഴിവാക്കുമെന്ന് പറഞ്ഞു, എന്നാലും ഫേവറേറ്റ് ഫുഡ് വൈഫ് ഉമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഭയങ്കര രസമാണ്, എല്ലാം ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ്. വറുത്തരച്ചത് ഭയങ്കര ടേസ്റ്റാണ്. ഫിഷ് മാംഗോ കറി ഭയങ്കര ടേസ്റ്റാണ്. ആപ്പം ഭയങ്കര ടേസ്റ്റാണ്. ആപ്പം മുട്ട റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. സ്വീറ്റ് ചില്ലി എന്തോ ഉണ്ടാക്കും, അങ്ങനെ കുറേ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണല്ലോ, എല്ലാം വെരി യമ്മി ഫുഡാണ്. ഇപ്പം കുറേ നാൾ ഷൂട്ടും ലൊക്കേഷനൊക്കെ ആയിട്ട് നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചീനെ വിളിച്ചിട്ട് ആദ്യമായിട്ട് പറയുന്നത് ഏത് ഫുഡ് ഉണ്ടാക്കി വെക്കാനായിരിക്കും? അങ്ങനെ ഇല്ല. പക്ഷേ എന്നാലും എനിത്തിങ് ഗോസ് ഫോർ മീ. എനിക്ക് അങ്ങനത്തെ ഒരു അഡിക്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. ഫുഡിനോട് അഡിക്ഷൻ ഇല്ല. ഒന്നും എനിക്ക് ദാറ്റ് ഈസ്, ഞാൻ വെറുതെ പറയണം, ഇപ്പോൾ സിഗരറ്റ് എല്ലാവരും അഡിക്ഷൻ ആയിരിക്കില്ല, എനിക്ക് അങ്ങനെ ഇല്ല. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിൽ ഒരാൾ സിഗരറ്റ് എന്നാൽ ഓക്കെ വിട്ടിട്ട് പോകും. അങ്ങനെ ഒന്നിനും എനിക്ക് നോട്ട് അങ്ങനത്തെ കാർവിംഗ് ഒന്നുമില്ല. സിനിമയോടുള്ള അഡിക്ഷൻ മാത്രമേ അത്രേ ഉള്ളൂ. സിനിമ എൻ്റെ വൈഫിന് വൈഫിനോടുള്ള അഡിക്ഷൻ, അത്രേ ഉള്ളൂ. ജിമ്മിനോടുള്ള അഡിക്ഷൻ അത്രേ ഉള്ളൂ. അത് പറയാതിരിക്കാനേ പറ്റില്ല. കാരണം ഇത്രയും വർഷമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചു, കാരണം ഒന്ന് മെലിയാൻ വേണ്ടി ജിമ്മിൽ പോകാമെന്ന് വിചാരിക്കും. ഒന്ന് മെലിഞ്ഞ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് അത് മറക്കും. പിന്നെ നമ്മൾ വീണ്ടും പഴയ പോലെ ഫുഡ് കഴിക്കും, പഴയ പോലെ ആ റുട്ടീൻ ഒന്നും നോക്കൂല. ഇത്രയും വർഷമായിട്ട് അതിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് യു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ പറ്റുന്നത്? അത് ഞാൻ എല്ലാവരും പറയാം, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണത്, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ സിനിമയിൽ കാണുന്നതാണ് എനിക്കിഷ്ടം. സോ ഞാൻ അതുപോലെ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2 കൺട്രീസിലാണെങ്കിൽ ഗേയുടെ ഒരു വേഷം ചെയ്തു, ഇപ്പോൾ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു വേഷം ചെയ്തു. ഇതൊക്കെ കറക്റ്റ് ഒരു മീറ്ററിൽ പോയാലാണ് കറക്റ്റ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുള്ളൂ. ഈ മീറ്റർ എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? അത് നമ്മൾ മനസ്സിൽ വരും. ഇറ്റ് കം ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ തോട്ടിൽ ഇത് കാണും, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടുള്ളതെന്ന്. പിന്നെ അത് റൈറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഡയറക്ടറുണ്ട്. എല്ലാം അങ്ങനെയല്ല. നമ്മൾ ആശാൻ്റെ ഒരു ട്രാക്ക് കാണിച്ചെന്നാൽ പിന്നെ നമ്മൾ ആയിത്തരണം. പിന്നെ എവറിത്തിങ് ഇസ് ദയർ. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ, ഈ ഡയലോഗിൻ്റെ എന്താണോ അതനുസരിച്ച് നമുക്ക് റിയാക്ഷൻ, യുനോ ഇറ്റ് വിൽ ഹാപ്പൻ ടു യു ഇൻസൈഡ്. ഡയലോഗ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതാണ് പോണത്. കറക്റ്റ് ആയിരിക്കും, സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് ആയിരിക്കും, ആ പ്രസൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കും. സോ അതിൽ തന്നെ ആയിരിക്കണം. മാർക്കോ വേഴ്സസ് റിയാസ് ഖാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കമൻറ്റ് ചെയ്യുക? മാർക്കോ വേഴ്സസ് റിയാസ് ഖാൻ, എനിക്ക് അവരായിട്ട് ഒന്നുമില്ല. ഉണ്ണി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഉണ്ണി വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഉണ്ണിയാണ് വിളിക്കുന്നത്, ഡയറക്ടറൊന്നും അല്ല. ഉണ്ണിയാണ് ഇക്ക ഇതേപോലെ ഞാൻ 2 കൺട്രീസ് പറഞ്ഞ പോലെ ഇക്ക മറ്റന്നാൾ കയറാൻ പറ്റുമെന്ന് വെച്ച്. എന്താ മോനെന്ന് വെച്ച്, മറ്റേ സീന് ഐ നോ ദ ഇത് അത് എടുക്കണം, അപ്പോൾ അത് ഇക്ക തന്നെ ചെയ്തേക്ക്, വേറെ ആരും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നാണ്. പക്ഷേ ആ എപ്പിസോഡും സിനിമയായിട്ട് ഡയറക്ടറിന് അത് മാച്ച് ആയില്ല. സോ വെട്ടിക്കളഞ്ഞൊന്നുമല്ല, വെട്ടിക്കളഞ്ഞൊന്നുമല്ല. പക്ഷെ അതിന് മില്യൺ വ്യൂസ് ആണ് നമ്മൾ യൂട്യൂബിൽ വന്നപ്പോഴത്തേക്കും. അത് സിനിമ കാണുന്നേക്കാളും വ്യൂസ്. സോ ആ പോർഷനെ എടുത്ത് മാറ്റി സിനിമയ്ക്ക് ഓൾ ത്രൂ ഒരേ മൂഡും ഒരേ പാറ്റേൺ ഓഫ് മേക്കിംഗ് ആയപ്പോൾ അത് മാറ്റിയിട്ട് വെച്ചാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് അവർ വെട്ടിക്കളഞ്ഞതോ. ഡയറക്ടർ അപ്പം തന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയായിരുന്നു, ഒരു ഹിന്ദി പടത്തിനോട് പോയിട്ട് പുള്ളി വിളിച്ച് ഇങ്ങനെയാണ് പുറത്ത് വേറെ എന്തൊക്കെ പറഞ്ഞു. ഐ നോ ദാറ്റ്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസർ വന്നിട്ട് ലൈവിൽ കയറി പറഞ്ഞിട്ട് പിന്നെ ആ ഒരു സീന് വിട്ടുകൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്, ഇതിന്റെ ഒരു സ്വഭാവം അറിയാം സിനിമയുടെ. എന്നിരുന്നാൽ കൂടെ ഇത് പോയപ്പോഴത്തേക്കും അത് അങ്ങനെ പേഴ്സണൽ ചോദ്യം ചോദിച്ചാൽ യെസ്, വിഷമമുണ്ട്. എസ്പെഷ്യലി വലിയൊരു സൂപ്പർ ഹിറ്റ് ഫിലിമിൽ പോകുമ്പോൾ അതിന് വിഷമം വരും. എന്നുവെച്ചാൽ നമ്മൾ എത്ര വലിയതായാലും നമ്മൾ സ്ക്രീനിൽ കാണണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. സ്ക്രീനിൽ കാണണം, പ്രേക്ഷകർ കൈ തട്ടണം, അതിനെ കൊണ്ടാടണം, ആഘോഷിക്കണം എന്നാണ് ആഗ്രഹം. അത് ഉണ്ടായിട്ടില്ലാതെ പോകുമ്പോൾ നാച്ചുറലി അഫ്കോഴ്സ് സങ്കടമാണ്. ഇനി റിയാസ് ഖാൻ നായകനായിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാം. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല ആണെങ്കിൽ ഞാൻ ഓക്കെ. അല്ല, എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ബോളിവുഡ് ആക്ടറിനെ പോലെ ഇത്രയും ഹോട്ടാൻ ഇരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഇത് നായകനായിട്ട് വരുന്നില്ല എന്നുള്ളത്. നായകനായിട്ട് വരാതെ പോയതാണ്. അത് കുറേ സർക്കംസ്റ്റൻസ് ഉണ്ടായിരുന്നു, സന്ദർഭങ്ങളും സർക്കംസ്റ്റൻസസ് മെയ്ഡ് മീ ഡു ദിസ്, ബട്ട് നെവർ ടു ലേറ്റ് ഇറ്റ് വിൽ കം.
വെയിറ്റ് ചെയ്യാം, നമ്മളും വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഐ ഹാവ് ദ എനർജി, ഐ ഹാവ് അല്ല കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളും വെയിറ്റ് ചെയ്യും, കട്ട വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, എന്തായാലും കണ്ടതിൽ സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.